നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കേളകം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ചോലമറ്റം ബൈപ്പാസിലാണ്. ഇവിടെ ഒരു ബോട്ടിൽ ബൂത്ത് ഉണ്ടായിട്ടുകൂടി ഇതിൽ നിക്ഷേപിക്കാതെ പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളും ഈ ഒരു പ്രദേശത്താകെ വലിച്ചെറിഞ്ഞ നിലയിലാണ്. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരായി നിയമ ഭേദഗതികൾ ഏറെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഈ നിയമങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല. കേളകം ബസ് സ്റ്റാൻഡിന് പുറകുവശത്തും മറ്റു പലയിടങ്ങളിലുമായി പ്ലാസ്റ്റിക്കുകളും പ്ലാസ്റ്റിക് ഇതര മാലിന്യങ്ങളും വലിച്ചെറിയുന്നതായി കാണുവാൻ സാധിക്കും. ടൗണുകളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ പോലും നിക്ഷേപിക്കാതെയാണ് നടപ്പാതകളിലും മറ്റും ജനങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് പുറമെ കേളകം ടൗണിലെ കടകളിലെ വേസ്റ്റുകളും ബസ് സ്റ്റാൻഡിന് പുറകുവശത്തുമായി കാണുവാൻ സാധിക്കും. നൂറുകണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്ന ഈ കേളകം ടൗണിൽ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടന്നിട്ടും നടപടിയെടുക്കേണ്ട ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യുവാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ എത്രയും പെട്ടെന്ന് ഇതിവിടെ നിന്ന് മാറ്റി പൊതുജനങ്ങൾക്ക് ഇതിലൂടെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടന്നു പോകുവാനുള്ള സാഹചര്യം ഒരുക്കി നൽകണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.